മുതല് അല്ല, ഇന്നത്തെ രാത്രി മുതല് ഒരു 100 വട്ടം രാവിലെയും 100 വട്ടം വൈകിട്ടും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസല്ലിം എന്ന സ്വലാത്ത് പതിവാക്കുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് പതിവാക്ക്, എന്റെ സഹോദരന്മാര് പതിവാക്ക്, എന്റെ അനിയന്മാര് പതിവാക്ക്, എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ ഈ മൊബൈലിൽ വിളിക്കുമ്പോഴുള്ള ഈ പാട്ടുണ്ടല്ലോ, ഈ റിംഗ് ടൂണൊക്കെ മാറ്റുകൂട്ടാ. നീ പെണ്ണിന്റെ മഹത്വം പറയുന്ന, അവളുടെ ശരീരത്തിന്റെ മഹത്വം പാടുന്ന, അവളെ കണ്ടപ്പം നിനക്ക് തോന്നിയ മോഹത്തെപ്പറ്റി പാടുന്ന ആ പാട്ടൊക്കെ നീ അങ്ങ് മാറ്റ്. എന്നിട്ട് നീ നിന്റെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടുന്ന എത്ര പാട്ടുകളുണ്ട്. റസൂലുള്ളാഹിയുടെ സ്വലാത്ത് യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യി മുഹമ്മദി എന്ന് തുടങ്ങുന്നത് ഉൾപ്പെടെയുള്ള എത്ര റിംഗ് ടോണുകളുണ്ട്. നിന്റെ മൊബൈലിലേക്ക് ആ റിംഗ് ടോൺ നീ മാറ്റുമോനെ. ഒരിക്കലും നിന്റെ മനസ്സ് മമ്മൂട്ടി കീഴടക്കാൻ പാടില്ല, നിന്റെ മനസ്സ് മോഹൻലാൽ കീഴടക്കാൻ പാടില്ല. നിന്റെ 10 പൈസ കൊടുത്തിട്ട് നീ മമ്മൂട്ടിക്ക് വേണ്ടി ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കി ഫ്ലെക്സ് കെട്ടാൻ പാടില്ല, നീ മോഹൻലാലിന് വേണ്ടി ഫ്ലെക്സ് കെട്ടാൻ പാടില്ല, നീ ഒരുത്തനു വേണ്ടിയും ഫാൻസ് ആകാൻ പാടില്ല. നീ ഒരൊറ്റ ആളുടെ ഫാൻസ്. ആരുടെയാ? ദുന്നാസർ മദനിയുടെ, പാണക്കാട് തങ്ങളുടെ, PS അച്യുതാനന്ദന്റെ, കൊടിയേരി ബാലകൃഷ്ണന്റെ, പ്രകാശ് കാരാട്ടിന്റെ, മൻമോഹൻ സിംഗിന്റെയോ, അതേ ചിദംബരത്തിന്റെയോ, അതേ രാഹുൽ ഗാന്ധിയുടെയോ? ഒന്നുമല്ല, ഒരേ ഒരാളുടെ അനുയായി. രണ്ടാമതൊന്ന് ഒരൊറ്റയാളുടെ അനുയായി. ഈന്തപ്പന കുലകളുടെയും മുന്തിരിപ്പൂവള്ളികളുടെയും ശീതളച്ചായയിൽ പരിലസിക്കുന്ന മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കോടാനുകോടി വിശ്വാസികളുടെ ചങ്കില ചോരയായ, ജീവന്റെ തുടിപ്പായ, കരളിന്റെ കാതലായ, ലോകത്തെ സർവമർദ്ദിതന്റെയും വിമോചകനായ, സർവാടിച്ചമർത്തപ്പെട്ടവന്റെയും നായകനായ വിശ്വഗുരു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, അവിടുത്തെ മാത്രം അനുയായി. നീ ആരുടെ അനുയായിയാന്ന് ചോദിച്ചാ, നിന്റെ നേതാവ് ആരാന്ന് ചോദിച്ചാ ഒരേ ഒരു മറുപടി, രണ്ടാമതൊരു പേരില്ല, വാക്കില്ല, നാളില്ല, മുഹമ്മദ് മുസ്തഫ. എന്റെ ഉമ്മമാരും പെങ്ങന്മാരും ഒക്കെ അങ്ങനെ ആവേണ്ടത്, അങ്ങനെയാണ്. അല്ലാതെ മമ്മൂട്ടിയുടെ നെഞ്ചിന്റെ വിശാലത, മോഹൻലാലിന്റെ കുണുക്കം, പൃഥ്വിരാജിന്റെ മീശ, പിന്നെ നമ്മുടെ ഇയാളുടെ പിന്നെ നമ്മുടെ എന്തായുടെ പേരുണ്ടല്ലോ, എന്താണ് ഇന്ദ്രൻസിന്റെ സൗന്ദര്യം, പിന്നെ നമ്മുടെ ഇപ്പൊ ഏറ്റവും പുതിയ വന്നേക്കുന്ന പക്രുവിന്റെ ആരോഗ്യം, ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ടെന്റെ സഹോദരിമാരോ അല്ലാ ഇതമ്മ പോക്കറാക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയൊക്കെ അങ്ങ് വിടുക. എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങോട്ട് ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക, റസൂലുള്ളാഹിയെ ഖൽബിലേറ്റുക. എന്നിട്ട് സ്വലാത്ത് 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 സ്വലാത്ത്. ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇടാതെ ചുണ്ടിനെ സൂക്ഷിക്കുക, കണ്ണിൽ അനാവശ്യമായ എഴുത്തെഴുതാതെ കണ്ണിനെ സൂക്ഷിക്കുക, നഖത്തിൽ ആവശ്യമില്ലാത്ത സാധനമിടാതെ നഖം സൂക്ഷിക്കുക, വസ്ത്രം ഔറത്ത് വറയ്ക്കുന്ന വസ്ത്രമാക്കി മാറ്റുക. പുറത്തു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരടിച്ചു വീശുന്ന സ്പ്രേയുടെ മണമുള്ള സ്പ്രേ അടിച്ചു വീശാതിരിക്കുക, അന്യപുരുഷന്മാരെ നോക്കാതിരിക്കുക, ഔറത്ത് മറച്ചുകൊണ്ട് നടക്കാൻ ശ്രമിക്കുക, അന്യപുരുഷന്മാരുടെ വർത്തമാനങ്ങളും കഥകളും കേൾക്കാൻ വേണ്ടി സമയം ചെലവാക്കാതിരിക്കുക, സീരിയലുകളുടെ മുമ്പിൽ ലാനത്താക്കപ്പെട്ട ശപിക്കപ്പെട്ട സീരിയലുകളുടെ മുമ്പിൽ സമയം കളഞ്ഞിരിക്കാതിരിക്കുക. എന്നിട്ട് സ്വലാത്തൊരു ലഹരിയാക്കുക. എന്നിട്ട് അങ്ങോട്ട് സ്വലാത്ത് ചൊല്ലുക. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, MBBS പഠിക്കുന്ന കുട്ടി സ്വലാത്ത് ചൊല്ലി റസൂലുള്ളാഹി സ്വപ്നം കണ്ട കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞു, വയനാട് ജില്ലയിലെ ചെറ്റക്കൂരയിലെ പാവപ്പെട്ട സഹോദരി റസൂലുള്ളാഹി സ്വപ്നം കണ്ട. അന്റെ റസൂലിന് സ്വലാത്ത് ചൊല്ലിയ ചാമക്കാലയിലും വരും പെങ്ങന്മാരെ റസൂലുള്ളാഹിയുടെ ആത്മാവ്, യാതൊരു സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റും, യാതൊരു സംശയവുമില്ല. സ്വലാത്ത് അങ്ങ് ചെല്ലുമ്പോ നിസ്കാരത്തിൽ ഭക്തി കിട്ടും, നമസ്കാരത്തിൽ ഏകാഗ്രത കിട്ടുമ്പോ ഖൽബ് വല്ലാതെ ശുദ്ധമാകും. ഒരു നന്നായി നിസ്കരിക്കുന്ന ഒരാളെ സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നമസ്കാരം നിന്യവും നികൃഷ്ടവുമായ കാര്യങ്ങളെ തടുക്കും. നിസ്കാരം അങ്ങോട്ട് ശരിയാവുമ്പോ, നന്നായി നിസ്കരിക്കുമ്പോ റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടിയിട്ട് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, എന്നെ ഞാൻ ആകാശഭൂമികളെ സൃഷ്ടിച്ച പടച്ചോന്റെ മുമ്പിൽ ഇതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അതിന്റെ അർത്ഥം അറിഞ്ഞ് നിസ്കരിക്കുന്ന ഒരാൾ, റസൂലുള്ളാഹി ആയിട്ടുള്ള സ്വലാത്തിന്റെ ബന്ധത്തിലൂടെ ഖൽബ് റൗള ശരീഫിൽ കൊളുത്തിയ ഒരാൾ, ആ ആളിന് പിന്നെ തെറ്റ് ചെയ്യാൻ പറ്റില്ല.
തെറ്റിലേക്ക് പോകാൻ നേരത്തെ കൽബ് വലിക്കും, നിന്റെ റസൂലുള്ള നിന്നെ വെറുക്കും എന്ന് പറഞ്ഞാൽ മാറും. നിസ്കരിക്കാൻ പോകാൻ നിന്റെ റബ്ബിന്റെ മുമ്പിൽ പോകുമ്പോ നീ കറുത്ത ഹൃദയത്തോടെ പോണമെന്ന പേടി വന്നാൽ മാറും. അതുകൊണ്ട് നമസ്കാരം ഏകാഗ്രതയുള്ളതാക്കുക, സ്വലാത്ത് വർദ്ധിപ്പിക്കുക. എന്റെ പ്രിയപ്പെട്ട അനുജന്മാർ, ഇപ്പൊ എല്ലാവരുടെയും പോക്കറ്റ് നോക്കിയാൽ എന്തൊക്കെയാ കാണുന്നതെന്ന് പഠിച്ചവന് മാത്രമേ അറിയൂ. പാൻപരാഗ് ഉൾപ്പെടെ പലതും ഉണ്ടാവും. അതൊക്കെ വലിച്ചെറിയും. എല്ലാവരുടെയും എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അല്ല, കുറച്ചു പേര്. അതൊക്കെ വലിച്ചെറിയുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു തസ്ബീഹ് അങ്ങ് വാങ്ങുക. ആ തസ്ബീഹ് അങ്ങ് പോക്കറ്റിലേക്ക് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക? എല്ലാ ദിവസവും രാവിലെ എടുക്കുക. ഒരു 100 സ്വലാത്ത് അല്ലാഹുമ്മ എന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ അല്ലാഹ്